എലത്തൂർ തീവെപ്പ് കേസ് എൻഐഎക്ക് വിട്ടു. എൻഐഎ കൊച്ചി യൂണിറ്റ് അന്വേഷിക്കും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. ഷാരൂഖ് സൈഫിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും. അന്വേഷണ സംഘം കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചില്ല. വിവരങ്ങളുമായി സുവി വിശ്വനാഥനും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം സുവിയിലേക്ക്. സുവി, എൻഐഎക്ക് കേസ് വിട്ടിരിക്കുന്നു. എത്തരത്തിലായിരിക്കും എൻഐഎയുടെ തുടരന്വേഷണം? ധന്യ, എലത്തൂർ തീവയ്പ് കേസ് ഇപ്പോൾ എൻഐഎക്ക് വിട്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. എൻഐഎയുടെ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കൊച്ചി യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ എഫ്ഐആറിൽ UAPA അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിയുള്ളത് ലോക്കൽ പോലീസിന്റെ കൈവശമാണ്. അതിൽ നിന്ന് അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ പ്രതിയെ ഈ എൻഐഎ കോടതിയിൽ ഹാജരാക്കുന്നതിനും കസ്റ്റഡിയിൽ കിട്ടുന്നതിനുമുള്ള അപേക്ഷ എൻഐഎ നൽകും. അതിനുശേഷമായിരിക്കും കൊച്ചിയിൽ കോടതിയിൽ എത്തിക്കുകയും മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എൻഐഎ കടക്കുകയും ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എലത്തൂർ ട്രെയിൻ ആക്രമണ കേസ് എൻഐഎ ഏറ്റെടുത്തിരിക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ധന്യ. നന്ദി സുവി. ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ഡാൻ, UAPA അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണോ ഷാരൂഖിനെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നത്? എങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും? ധന്യ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും. UAPA അടക്കം ചുമത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിയെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനം അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20-ാം തീയതി വരെ ആയിരിക്കും പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഈ കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഷാരൂഖ് സൈഫിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് വരും എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്കായിരിക്കും പ്രതിയെ മാറ്റുക. തുടർന്ന് NIA കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് കോടതിയിൽ ഇത് സംബന്ധിച്ച അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം NIAയുടെ സംഘം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അവിടെ നിന്ന് കോടതിയുടെ അനുമതിയോടെ ആയിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ, അതായത് പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനും ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനും ഒക്കെയുള്ള നീക്കങ്ങൾ അത് NIAയുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും അതിന്റെ പ്രാഥമിക നടപടിയായി തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തെ വിലയിരുത്തേണ്ടി വരും. അല്പസമയത്തിനകം കോടതി നടപടികൾ പൂർത്തിയാക്കി വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റും എന്നാണ് സൂചന. തുടരാമോ? സുവി വീണ്ടും ചേരുന്നുണ്ട്. സുവി, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി ഒന്നും നീട്ടി ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പൂർണ്ണമായും കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. NIA ഇത് ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? എപ്പോഴായിരിക്കും NIA അന്വേഷണത്തിലേക്ക് പൂർണ്ണമായും കടക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ധന്യ, സംസ്ഥാനാന്തര ബന്ധവും തീവ്രവാദ സ്വാധീനവും ഈ കേസിന്റെ അന്വേഷണ പരിധിയിൽ വരും എന്നാണ് ഒരു വിലയിരുത്തൽ. ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NIA കേസ് ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ചും ഡൽഹി, മഹാരാഷ്ട്ര അടക്കം 4 സംസ്ഥാനങ്ങളിലേക്ക് കേസ് വ്യാപിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് NIAയുടെ വിലയിരുത്തൽ. പ്രാഥമികമായ ഒരു അന്വേഷണം ഈ കേസിൽ ലോക്കൽ പോലീസിന്റെ കൈവശം ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രാഥമികമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് NIA ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഷാരൂഖ് സൈഫിക്കെതിരെ 2 ദിവസം മുമ്പാണ് സംസ്ഥാന പോലീസ് UAPA ചുമത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് ദേശീയ അന്വേഷണ ഏജൻസി ആണ് പിന്നീട് ആ കേസ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് പോലീസിന് അന്വേഷിക്കുക സാധ്യമല്ല. ഈ ഒരു സാഹചര്യങ്ങൾ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ NIA കേസ് അന്വേഷണത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഒപ്പം ഈ ട്രെയിൻ തീവെപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ NIA സംഘം ഇവിടേക്ക് എത്തുകയും മറ്റും ചെയ്തിരുന്നു. വിവരം ശേഖരിച്ചിരുന്നു. പ്രാഥമികമായ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഒപ്പം NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ ബന്ധം തള്ളിക്കളയാനാകില്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഏതായാലും NIA ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം വിജ്ഞാപന പ്രകാരം കൊച്ചി യൂണിറ്റ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. നമുക്ക് ഡാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ാം തീയതി വരെയാണ് റിമാൻഡിന് ഷാരൂഖ് സൈഫിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ
എത്തുകയും പ്രതിയെ കോടതിയിൽ അതായത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്കും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും NIA ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സുവേദാൻ, ഇവിടെ ഇപ്പം നേരത്തെ തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ റോയും IBയും ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘങ്ങളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഈ വിഷയത്തിൽ വലിയ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം സഹായകമാകും എന്നുള്ളത്. മറ്റൊന്ന്, പോലീസിൽ നിന്ന് ഈ അവസാനം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും NIAക്ക് സഹായകമാവുക? പ്രധാനമായും കേരളത്തിൽ എന്തുകൊണ്ട് ആക്രമണം നടത്തി, ഇതിന് പിന്നിൽ കൂട്ടാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കുമോ ആദ്യപടി എന്നോണം കടക്കുക? ധന്യ, കേരള പോലീസ് മുമ്പോട്ട് വെച്ച അല്ലെങ്കിൽ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളോ ഒന്നും ആശ്രയിച്ചുകൊണ്ടായിരിക്കില്ല ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസിന്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയെന്നാണ് സൂചന. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇയാളുടെ തീവ്രവാദ ബന്ധമടക്കം സ്ഥിരീകരിക്കുകയും അത് സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്തത് മഹാരാഷ്ട്ര ATSഉം NIA ഉദ്യോഗസ്ഥരും തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ കൈമാറിയ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അതിലെ വീണ്ടും ആശ്രയിച്ചുകൊണ്ട് അന്വേഷണം തുടരുക എന്ന ഒരു ശൈലിയിലേക്ക് വരുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായി മറ്റൊരു ഫ്രഷ് കേസായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടക്കം മുതൽ തന്നെ, അതായത് ഈ മിസ്സിംഗ് ലിങ്കുകൾ കൃത്യമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, ഷഹീൻ ബാഗിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, രത്നഗിരിയിലേക്ക് ഇയാൾ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്, മറ്റാരെങ്കിലും രത്നഗിരിയിൽ ഇയാളെ സഹായിക്കാനുണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും. പ്രഥമ ദൃഷ്ടിയ തന്നെ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേസാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിലാണ്. പ്രതിയുടെ സ്വന്തം സ്ഥലം ഷഹീൻ ബാഗാണ്, എന്നാൽ ഇയാളെ പിടികൂടിയത് രത്നഗിരിയിൽ നിന്നാണ്. അങ്ങനെ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ ഈ അന്തർ സംസ്ഥാനങ്ങളിലേക്ക് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യം ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ അനിവാര്യമായി വരും. ധന്യ. നന്ദി.